ഡെവലപ്മെന്റൽ ബയോളജി. നമുക്കറിയാമല്ലോ, ഒരു ജീവജാലം ഒരു സൈഗോട്ടായിട്ട് ആരംഭിക്കുകയും അത് പിന്നീട് പല രീതിയിൽ ഒരു മുതിർന്ന അഡൽട്ടായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ അതിലെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഹൗ ദേ ഡെവലപ്പ്. എങ്ങനെയാണ് ഇവര് ഒരു സെല്ലിൽ നിന്നും ഇത്രയും വലിയ ഒരു ജീവജാലത്തിലേക്ക് എത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട ഫാക്ടറുകൾ എന്തൊക്കെ, അതിന്റെ ഉള്ളിൽ വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു വലിയൊരു മേഖലയാണ് ഈ ഡെവലപ്മെന്റൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കാണാം. ബഹുകോശ ജീവികൾ അവയുടെ ജീനുകളാൽ നിയന്ത്രിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്ര മേഖലയാണ് ഡെവലപ്മെന്റൽ ബയോളജി. കുട്ടികൾ, അതായത് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അവയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവയുടെ വികസനം അത് ചില ജീനുകൾ കാരണം നിയന്ത്രിക്കപ്പെട്ട് അവര് വളരുകയും ഒരു അഡൽട്ട് ഫോമിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഡെവലപ്മെന്റൽ ബയോളജിയിൽ പഠിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തെയാണ് ഇതിന്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നത്, യൂണിസെല്ലുലാർ ഓർഗാനിസത്തെ അല്ല എന്ന വസ്തുത നിങ്ങൾ ഓർക്കുക. ഇതൊരു ബേസിക് ഡെഫിനിഷൻ മാത്രമാണ്, ഇതിന്റെ അകത്ത് നിന്ന് ചോദ്യമൊന്നുമില്ല. എന്താണ് ഡെവലപ്മെന്റൽ ബയോളജി? അതിന് ഒരുപാട് ഹോർമോണൽ കൺട്രോൾസും ജനറ്റിക് കൺട്രോൾസും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഇവിടെ ഒന്ന് പറയുന്നു എന്ന് മാത്രം. നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല അതേ ഇവിടെ തുടങ്ങുകയാണ്. കുട്ടികളെ, ഡെവലപ്മെന്റൽ ബയോളജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ഡെവലപ്മെന്റൽ തിയറീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. വികസന സിദ്ധാന്തങ്ങൾ, ഡെവലപ്മെന്റൽ തിയറീസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്. വികസന സിദ്ധാന്തങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണിത്? പണ്ട് കാലത്ത് നിലനിന്നിരുന്ന, വിശ്വസിച്ചു പോന്ന ഒരു സിദ്ധാന്തമാണ് പ്രീ ഫോർമേഷൻ സിദ്ധാന്തം. പ്രീ ഫോർമേഷൻ തിയറി എന്താണ് ഫ്രണ്ട്സ്? പ്രീ ഫോർമേഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ഫോർമേഷൻ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രീ ഫോംഡ് ആണ്, മുൻകൂട്ടി ഇത് ഉണ്ടായി ഇരിക്കുന്ന അവസ്ഥയാണ്. എന്താണ്? ഒന്നും മനസ്സിലായില്ല. ബീജത്തിലോ അണ്ഡത്തിലോ ഭ്രൂണം എന്ന് പറയുന്നത് ഒരു ചെറിയ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് പ്രീ ഫോർമേഷൻ തിയറി. അതായത് നമ്മുടെ സ്പേമിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഓവത്തിന്റെ ഉള്ളിലോ എംബ്രയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു മിനിയേച്ചർ രൂപം അടങ്ങിയിരിക്കുന്നു. സ്പേമിന്റെ അകത്ത് ഈ മിനിയേച്ചർ രൂപം അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ചിലർ വിശ്വസിക്കുന്നത് ഓവത്തിന്റെ അകത്ത് ഒരു ജീവജാലത്തിന്റെ മിനിയേച്ചർ രൂപം അടങ്ങിയിരിക്കുന്നു. അതാണ് പിന്നീട് ഒരു മുതിർന്ന ജീവജാലമായി മാറുന്നത്. ഓക്കെ, ദേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിപ്പോ ഒരു സ്പേം കാണിച്ചിരിക്കുകയാണ്. സ്പേമിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഹെഡിന്റെ ഉള്ളിൽ ആരായിരിക്കുന്നത്? മിനിയേച്ചർ ഓഫ് ദി അഡൽട്ട്. നോക്കൂ, ഒരു മുതിർന്ന വ്യക്തിയുടെ മിനിയേച്ചർ രൂപം അതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട് എന്നാണ് ഈ പ്രീ ഫോർമേഷൻ സിദ്ധാന്തം പറയുന്നത്. ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും, അല്ലെ? എന്താ അസംബന്ധമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇത് ഓരോ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണത്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ ഉള്ള അറിവ് വെച്ചിട്ട് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ചു പോന്നിരുന്ന ഒരു സിദ്ധാന്തമാണ് പ്രീ ഫോർമേഷൻ സിദ്ധാന്തം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ബീജത്തിന്റെ അകത്തോ അണ്ഡത്തിന്റെ അകത്തോ ഒരു അഡൽട്ട് വ്യക്തിയുടെ മിനിയേച്ചർ രൂപം അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നതിൽ രണ്ട് വിഭാഗക്കാരുണ്ട്. അതായത് ചിലർ വിശ്വസിക്കുന്നത് സ്പേമിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന മിനിയേച്ചർ രൂപം അടങ്ങിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ ചിലർ വിശ്വസിക്കുന്നത് ഇത് ഓവത്തിന്റെ അകത്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന്. സ്പേമിന്റെ ഉള്ളിൽ ഇത് കാണുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് സ്പേമിസ്റ്റ്. ബീജകോശത്തിൽ മുൻകൂട്ടി രൂപപ്പെടുത്തിയ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ആ മനുഷ്യനാണ് ഹോമൻക്യുലസ്. ശ്രദ്ധിച്ചോണേ, ഹോമൻക്യുലസ്. ആരാണ് ഈ ഹോമൻക്യുലസ്? ഒരു മിനിയേച്ചർ മനുഷ്യൻ സ്പേമിന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് സ്പേമിസ്റ്റുകൾ കരുതി പോകുന്ന ഒരു മിനിയേച്ചർ രൂപം ഹോമൻക്യുലസ്. ഇങ്ങനെ ഒരു ഹോമൻക്യുലസ് എന്ന് പറയുന്ന ഒരു മുതിർന്ന വ്യക്തിയുടെ മിനിയേച്ചർ രൂപം സ്പേമിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സ്പേമിസ്റ്റുകൾ. അപ്പൊ ഓവിസ്റ്റുകൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഓവിസ്റ്റുകൾ പറയുന്നത് സ്പേമിന്റെ ഉള്ളിലല്ല, ഇത് അണ്ഡകോശത്തിന്റെ ഉള്ളിൽ, അതായത് ഓവത്തിന്റെ ഉള്ളിൽ, എഗ്ഗിന്റെ ഉള്ളിലാണ് ഈ മുൻകൂട്ടി രൂപപ്പെടുത്തിയ ഭ്രൂണം ഇരിക്കുന്നത് എന്ന്. അപ്പൊ ഈ
ഒരു കാര്യം വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഓവിസ്റ്റുകൾ. സോ ബേസിക്കലി പ്രീഫോർമേഷൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വിഭാഗക്കാരെ പരിചയപ്പെടുന്നുണ്ട്, സ്പെർമിസ്റ്റുകളും ഓവിസ്റ്റുകളും. സ്പെർമിസ്റ്റുകൾ എന്താ പറയുന്നത്? സ്പെർമിന്റെ അകത്ത് ഈ മിനിയേച്ചർ രൂപമായ ഹൊമൻക്യുലസ് ഇരിപ്പുണ്ട്. ഓവിസ്റ്റുകൾ എന്താ പറയുന്നത്? അത് ഓവത്തിന്റെ ഉള്ളിലാണ് ഈ മിനിയേച്ചർ രൂപം ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് പ്രീഫോർമേഷൻ തിയറി. പക്ഷേ നമുക്കറിയാം ഇതിന് ശാസ്ത്രീയ പിന്തുണയില്ല, അല്ല, ഇതിന് സയന്റിഫിക് തെളിവുകളൊന്നുമില്ല. കോശ സിദ്ധാന്തത്തിന്റെയും ഭ്രൂണശാസ്ത്രത്തിന്റെയും പഠനങ്ങളുടെയും കണ്ടെത്തലിന് ശേഷം ഇത് ഉപേക്ഷിക്കപ്പെട്ടു. അതായത് സെൽ തിയറി ഡെവലപ്പ് ചെയ്തപ്പോൾ, നമ്മുടെ എംബ്രയോളജി കുറെ കൂടെ ഡെവലപ്പ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി, ഈ ഒരു സിദ്ധാന്തം തെറ്റാണ്, അല്ല, ഇങ്ങനെ ഒരു സംഗതി സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. അപ്പൊ ഈ സെൽ തിയറിയും നമ്മുടെ എംബ്രയോളജി ആയിട്ടുള്ള മേഖലകളും ഒക്കെ വികസിക്കുന്നതിന് മുൻപാണ് ഇങ്ങനെ ചില പ്രൊപ്പോസിഷൻസ് വന്നിരിക്കുന്നത്. നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല, ഉള്ള അറിവ് വെച്ചിട്ട് അവർ പറഞ്ഞു. പക്ഷേ ഈ മേഖലകളൊക്കെ വികസിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഈ പ്രീഫോർമേഷൻ സിദ്ധാന്തം എന്ന് പറയുന്നത് ശരിയല്ല. സോ an organism is preformed inside the gametes. ഇതിനെയാണ് പ്രീഫോർമേഷൻ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? രസകരമായിട്ടുള്ളൊരു തിയറിയാണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്തേതാണ് എപ്പിജെനസിസ് സിദ്ധാന്തം. എപ്പിജെനസിസ് തിയറി, എപ്പിജെനസിസ് തിയറി. ഓക്കെ, എപ്പിജെനസിസ് തിയറി എന്താണ് കൂട്ടുകാരെ? എപ്പിജെനസിസ് തിയറി അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ചതും വുൾഫും ഹാർവിയും പിന്തുണച്ചതുമായ ഒരു സിദ്ധാന്തമാണ്. എപ്പിജെനസിസ് തിയറി എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുവന്ന അരിസ്റ്റോട്ടിലാണ്. വുൾഫ്, ഹാർവി തുടങ്ങിയവരൊക്കെ ഇതിനെ പിന്തുണച്ചവരുമാണ്. എന്താണ് എപ്പിജെനസിസ്? ഭ്രൂണം വേർതിരിക്കപ്പെടാത്ത ഒരു പിണ്ഡത്തിൽ നിന്ന് നിരവധി ഘട്ടങ്ങളിലൂടെ ക്രമേണ വികസിക്കുന്നുവെന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. കുട്ടികളെ, ഭ്രൂണം, എംബ്രയോ എന്ന് പറയുന്നത് വേർതിരിക്കപ്പെടാത്ത, അതായത് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പിണ്ഡത്തിൽ നിന്നും, കുട്ടികളെ, പിണ്ഡം എന്ന് പറയുന്നത് മാസ്, അതായത് വേർതിരിക്കപ്പെടാത്ത ഒരു സെൽ മാസിൽ നിന്നും നിരവധി ഘട്ടങ്ങളിലൂടെ, നിരവധി സ്റ്റേജസിലൂടെ ക്രമേണ ഡെവലപ്പ് ചെയ്ത് വികസിച്ച് വരുന്നു എന്നാണ് ഈ അരിസ്റ്റോട്ടിൽ എപ്പിജെനസിസ് സിദ്ധാന്തത്തിൽ പറഞ്ഞത്. നോക്കൂ, അത് വളരെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, അല്ലെ? നമുക്കറിയാമല്ലോ, ഒരു സൈഗോട്ട് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ അൺഡിഫറൻഷിയേറ്റഡ് സെൽ മാസ് ആയിട്ട് മാറുകയും അതിൽ നിന്ന് ഇങ്ങനെ എംബ്രയോ ഡെവലപ്പ് ചെയ്ത് വരികയും അത് പിന്നെ ഫീറ്റസ് ആയി മാറുകയും വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഇന്നത്തെ നമുക്കറിയാം. പക്ഷേ ആ സമയത്ത് അരിസ്റ്റോട്ടിൽ ഇത് മനസ്സിലാക്കി. അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ് എപ്പിജെനസിസ് സിദ്ധാന്തം. അദ്ദേഹം പറയുന്നു, ഭ്രൂണം എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് മാസ് എന്ന് പറയുന്നതിൽ നിന്നും പല സ്റ്റേജുകളിലൂടെ ക്രമേണ വികസിച്ചു വരുന്നു, ഒരു മുതിർന്ന വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ജീവജാലമായിട്ട് വികസിച്ചു വരുന്നു എന്നാണ് എപ്പിജെനസിസ് തിയറി പറയുന്നത്. ഓക്കെ, ജീവി മുൻകൂട്ടി രൂപപ്പെടുന്നില്ല. ജീവി എന്ന് പറയുന്നത് മുൻകൂട്ടി രൂപപ്പെടുന്നതേ ഇല്ല. ഇറ്റ് ഇസ് നോട്ട് പ്രീഫോംഡ്. മറിച്ച് കാലക്രമേണ പുതിയ ഘടനകൾ രൂപപ്പെടുന്നതിലൂടെയാണ് ഉയർന്നു വരുന്നത്. നോക്കൂ, എന്ത് കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജീവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജീവി എന്ന് പറയുന്നത് മുൻകൂട്ടി രൂപപ്പെടുന്നതേ ഇല്ല. മറിച്ച് ഓരോ കാലം കഴിയും തോറും പല പല ഘട്ടങ്ങളിലൂടെ പല പല ഘടനകൾ രൂപം കൊണ്ടാണ് ഒരു ജീവി പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുന്നത്. ആധുനിക ജീവശാസ്ത്രം ഈ വീക്ഷണത്തെ പിന്തുണയ്ക്കുന്നു, അല്ലെ? മോഡേൺ സയൻസ് എന്ന് പറയുന്നത് ഈ വീക്ഷണം ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ, പ്രീഫോർമേഷൻ തിയറി നമ്മൾ പഠിച്ചപ്പോൾ അതിന്റെ നേർ വിപരീതമായിട്ട് നമ്മൾ കാണുന്നതാണ് എപ്പിജെനസിസ് തിയറി. ഓക്കെ, എപ്പിജെനസിസ് തിയറി അരിസ്റ്റോട്ടിലാണ് അത് മുന്നോട്ട് വെച്ചത്. വുൾഫും ഹാർവിയും പോലെയുള്ള ആൾക്കാർ ഇതിനെ പിന്തുണച്ചു എന്നുള്ളതും നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അപ്പൊ എപ്പിജെനസിസ് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ക്ലിയർ ആണ്. അപ്പൊ രണ്ടാമത്തെ തിയറിയാണ്. നമ്മൾ പ്രീഫോർമേഷൻ തിയറി നമ്മൾ കണ്ടു, എപ്പിജെനസിസ് സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സംഗതിയും നമ്മളിവിടെ കണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റൽ ബയോളജിയിൽ നമ്മൾ ഒരിക്കലും മറന്നുകൂടാത്ത ഒരു തിയറിയിലേക്ക് നമ്മൾ വരികയാണ്, റീക്യാപിറ്റുലേഷൻ തിയറി, അല്ലെങ്കിൽ ബയോജനറ്റിക് ലോ എന്ന് നമുക്ക് വിളിക്കാം. റീക്യാപിറ്റുലേഷൻ തിയറി എന്നോ ബയോജനറ്റിക് ലോ എന്നോ നമുക്കിതിനെ വിളിക്കാം. റീക്യാപിറ്റുലേഷൻ തിയറി എന്നോ ബയോജനറ്റിക് ലോ എന്നോ നമുക്കിതിനെ വിളിക്കാം. എന്താണ് കുട്ടികളെ ഇത്? റീക്യാപിറ്റുലേഷൻ തിയറി അല്ലെങ്കിൽ ബയോജനറ്റിക് ലോ. ഏണസ്റ്റ് ഹെക്കലാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്, പരീക്ഷയിൽ ചോദിക്കും.
റീക്യാപിറ്റുലേഷൻ തിയറി അഥവാ ബയോജനറ്റിക് ലോ എന്ന് പറയുന്ന നിയമം അല്ലെങ്കിൽ സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നത് ഏണസ്റ്റ് ഹെക്കലാണ്. എന്താ ഇതിനകത്ത് പറയുന്നത്? കുട്ടികളെ, ഇതൊരു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അതായത് നമ്മുടെ എംബ്രയോ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ, അതായത് നമ്മൾ വികസിച്ച് വരുമല്ലോ, ഒരു എംബ്രയോണിക് സ്റ്റേജിലൂടെ നമ്മൾ വികസിച്ച് വരുമല്ലോ, ഇത് നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ അഡൽട്ട് ഫോമിനെ റിസംബിൾ ചെയ്യുന്നു എന്നാണ് നമ്മുടെ ബയോജനറ്റിക് ലോ റീക്യാപിറ്റുലേഷൻ തിയറി പറയുന്നത്. അതായത് നമ്മളുടെ എംബ്രയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരുടെ അഡൽട്ട് രൂപത്തിന് സമാനമാണ് എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കേ. അതായത് ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ എംബ്രയോണിക് സ്റ്റേജിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ എംബ്രയോണിക് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നത്? ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, വാലുണ്ട്. നമ്മൾ പണ്ട് മീനുകളായിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ വരെ നമ്മുടെ എംബ്രയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പൂർവികരുടെ അഡൽട്ട് രൂപത്തിലൂടെയാണ് നമ്മുടെ എംബ്രയോ കടന്നു പോകുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് റീക്യാപിറ്റുലേഷൻ തിയറി. ഇതിനെ നമ്മൾ പറയുന്നത് ഓൺടോജനി ഫൈലോജനിയെ റീക്യാപിറ്റുലേറ്റ് ചെയ്യുന്നു. ഇംഗ്ലീഷിൽ നമുക്ക് പറയാം ഓൺടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി. ഓൺടോജനി എന്ന് പറയുന്നത് ഫൈലോജനിയെ റീക്യാപിറ്റുലേറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കുട്ടികളെ ഈ ഓൺടോജനി എന്ന് പറഞ്ഞാൽ? ഓൺടോജനി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ വികസിച്ചു വരുന്ന രീതി, അതായത് അവരുടെ എംബ്രയോണിക് രീതി, ഡെവലപ്മെന്റൽ രീതി, അതാണ് ഓൺടോജനി. ഫൈലോജനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിണാമ ചരിത്രം, അല്ലെ? അതായത് പരിണാമ ചരിത്രത്തെ റിപ്പീറ്റ് ചെയ്യുന്നു നമ്മളുടെ ഭ്രൂണവികാസം എന്നാണ് പറയുന്നത്. നമ്മളെ പൂർവികരുടെ അഡൽട്ട് രൂപത്തിന്റെ അതേ രൂപത്തിൽ നമ്മുടെ എംബ്രയോണിക് സ്റ്റേജസ് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ. പക്ഷേ ഇത്രയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇത് തെറ്റാണ് എന്നാണ് പിന്നീട് തെളിഞ്ഞത്. ഭയങ്കര ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായ ഒരു തിയറിയാണിത്, റീക്യാപിറ്റുലേഷൻ തിയറി. വലിയ തോതിൽ ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ റീക്യാപിറ്റുലേഷൻ തിയറിയിലൂടെ ഒരു കാര്യം നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. അതായത് ചില ഭ്രൂണഘട്ടങ്ങൾ പൂർവിക രൂപങ്ങളെ പ്രതിഫലിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, ചെറിയ തോതിലൊക്കെ. പക്ഷെ കംപ്ലീറ്റ് അതൊരു തിയറി ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, റീക്യാപിറ്റുലേഷൻ തിയറിയെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് പിന്നെയും കുറെ ആൾക്കാർ വന്നു. അതിൽ നിന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് ഏറെക്കുറെ ജീവജാലങ്ങളുടെ എല്ലാം എംബ്രയോ ഒരുപോലെ ഇരിക്കുമെന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരു ഫിഷിന്റെ എംബ്രയോ നിങ്ങൾ നോക്കിക്കേ, റെപ്റ്റൈലിന്റെ എംബ്രയോ നിങ്ങൾ നോക്കിക്കേ, ബേർഡിന്റെ എംബ്രയോ, ഹ്യൂമന്റെ എംബ്രയോ, എല്ലാം ഈ ഗിൽ സ്ലിറ്റ്സും ടെയിലും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ വികസനം തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏണസ്റ്റ് ഹെക്കൽ പറഞ്ഞതുപോലെ അഡൽട്ട് രൂപത്തിനെ അല്ല വാസ്തവത്തിൽ പലപ്പോഴും നമ്മുടെ എംബ്രയോ കാണിക്കുന്നത്, മറിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും എംബ്രയോയ്ക്ക് ഒരു ഏറെക്കുറെ സിമിലർ രൂപം ഉണ്ടാകും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരും. എല്ലാം എന്ന് പറഞ്ഞാൽ ചില ഗ്രൂപ്പുകളാക്കി നമുക്ക് വേണമെങ്കിൽ അവരെ തിരിച്ചും പറയാം. അപ്പൊ ഇങ്ങനെയാണ് പിന്നീട് നമ്മൾ വിശ്വസിച്ചത്. അപ്പൊ ഈ റീക്യാപിറ്റുലേഷൻ തിയറി പറഞ്ഞത് എന്താ? ഓൺടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി. അതായത് ഭ്രൂണ വികാസം എന്ന് പറയുന്നത് നമ്മുടെ പരിണാമ ചരിത്രത്തിന്റെ റെപ്ലിക്കേഷൻ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം അതെപ്പോഴും ശരിയല്ല. ശരിയാകുന്ന ചില സമയങ്ങളുണ്ട്. അതുകൊണ്ടാണ് റീക്യാപിറ്റുലേഷൻ തിയറി എന്ന് പറയുന്നത്, ബയോജനറ്റിക് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത്. റിജക്റ്റഡ് തിയറിയാണ്, ആക്യുറേറ്റ് അല്ല. പക്ഷെ അതിൽ നിന്നും ചെറിയ ചില കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സംഭവിക്കുന്നു എന്നും പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂട്ടളെ, ഇതാണ് റീക്യാപിറ്റുലേഷൻ തിയറി അഥവാ ബയോജനറ്റിക് ലോ. എക്സാമിനേഷൻ എപ്പോഴും ഒരുവിധപ്പെട്ട എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ക്വസ്റ്റ്യൻസ് ഡെവലപ്മെന്റൽ ബയോളജിയുടെ അകത്തുനിന്ന് വരുന്ന ഒരു മേഖലയാണ്, ഒരു ഏരിയയാണിത്. റീക്യാപിറ്റുലേഷൻ തിയറി ആരുടെ തിയറിയാണ്? ഒന്ന് പറഞ്ഞേ, റീക്യാപിറ്റുലേഷൻ തിയറി ആരുടെ തിയറിയാണ്? ഏണസ്റ്റ് ഹെക്കലിന്റെ സിദ്ധാന്തമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത നോക്കൂ, ജേം പ്ലാസം തിയറി. ജേം പ്ലാസം തിയറി. കുട്ടികളെ, ജേം പ്ലാസം തിയറി നമ്മളിത് നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. ജേം പ്ലാസം തിയറി അല്ലെ? ഓഗസ്റ്റ് വീസ്മാൻ കൊണ്ടുവന്ന തിയറിയാണ്. എന്തായിരുന്നു ഈ തിയറി? ഓർമ്മയുണ്ടോ? നമ്മൾ എവല്യൂഷന്റെ അകത്ത് പഠിച്ച ഒരു കാര്യമാണ് ഇല്ലെ? വ്യക്തികളിൽ ജേം പ്ലാസം എന്നും സൊമാറ്റോപ്ലാസം എന്നും പറയുന്ന കോശങ്ങളായി തിരിക്കാൻ സാധിക്കും. അതിൽ അടുത്ത തലമുറയിലേക്ക് എത്തുന്നത് ജേം പ്ലാസം ആണ്, ബീജകോശങ്ങളിലെ പാരമ്പര്യ വസ്തു
അതേസമയം സൊമാറ്റോപ്ലാസം എന്ന് പറയുന്ന ശരീരകോശങ്ങൾ എന്ന് പറയുന്നത് അടുത്ത തലമുറയിലേക്ക് എത്തുന്നില്ല. ഇങ്ങനെയുള്ള ഈ വേർതിരിവ്, ഇവര് തമ്മിലുള്ള വേർതിരിവിനെ നമ്മൾ വിളിച്ച പേരാണ് വീസ്മാൻസ് ബാരിയർ. നമ്മുടെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? വീസ്മാൻസ് ബാരിയർ അല്ലെ? വീസ്മാൻസ് ബാരിയർ നമ്മുടെ ജേം പ്ലാസം തിയറിയിൽ നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീസ്മാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ വീസ്മാൻസ് ബാരിയർ? അതായത് ജീവജാലങ്ങളിൽ ജേം പ്ലാസം എന്നും സൊമാറ്റോപ്ലാസം എന്നുമുള്ള വേർതിരിവ്, അതിനെ വിളിക്കുന്ന പേരാണ് വീസ്മാൻസ് ബാരിയർ. അടുത്ത തലമുറയിലേക്ക് വിവരങ്ങൾ കൈമാറുന്നത് ബീജകോശങ്ങൾ മാത്രമാണ്. അതാരില്ല? നമ്മുടെ സൊമാറ്റോപ്ലാസത്തിലെ ആൾക്കാരില്ല. ആധുനിക ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഒരു സിദ്ധാന്തം കൂടിയാണ് ജേം പ്ലാസം സിദ്ധാന്തം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒന്നാണ് ജേം പ്ലാസം തിയറി. കുട്ടികളെ, നമ്മളിപ്പോ എത്ര തിയറി കണ്ടു? 4 തിയറികളാണ് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് കാണാനുള്ളത്. ഒന്ന്, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ആ പ്രീ ഫോർമേഷൻ തിയറി എന്ന് പറയുന്ന ഒന്ന്. 2, നമ്മൾ എപ്പിജനസിസ് തിയറി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒന്നും കൂടെ നമ്മൾ കണ്ടു. 3, റീക്യാപിറ്റുലേഷൻ തിയറി, ബയോജനറ്റിക് ലോ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നമ്മൾ കണ്ടു. 4, ജേം പ്ലാസം സിദ്ധാന്തം എന്ന് പറയുന്ന ഓഗസ്റ്റ് വീസ്മാന്റെ സിദ്ധാന്തവും നമ്മൾ കണ്ടു. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ സിലബസിലെ ആ പ്രധാനപ്പെട്ട 4 സിദ്ധാന്തങ്ങൾ ഇത്രയുമാണ്. വളരെ ഈസി ആയിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് കുട്ടികളെ. അങ്ങനെയെങ്കിൽ ഇത് കഴിഞ്ഞ് തൊട്ടടുത്തതായിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്പെർമാറ്റോജനസിസും ഊജനസിസും എന്ന് പറയുന്ന ഒരു മേഖലയാണ്. സ്പെർമാറ്റോജനസിസും ഊജനസിസും. നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ എടുത്തു വെച്ച് വേണമെങ്കിൽ പറയാം. അതല്ല, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് നമ്മൾ ചർച്ച ചെയ്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഈ സ്പെർമാറ്റോജനസിസും ഊജനസിസുമായി ബന്ധപ്പെട്ട ഏരിയ പഠിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ലാതെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നും അവിടെ എടുത്ത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഡെവലപ്മെന്റൽ ബയോളജിയാണ്, ഒരുപാട് കണ്ടന്റുകൾ ചിലപ്പോൾ വരും. സോ നമ്മൾ അതിൻ്റെ അകത്ത് സിലബസിൽ പറയുന്ന പ്രകാരമുള്ള സ്പെർമാറ്റോജനസിസ് ഊജനസിസിനെ പിക്ക് ചെയ്തെടുത്ത് പഠിക്കുക. കൂടുതൽ സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ ബീജജനനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? ബീജം എന്ന് നമ്മൾ പറയുമെങ്കിലും ആക്ച്വലി സ്പേമിന്റെ മലയാളം എന്ന് പറയുന്നത് പും ബീജം എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ബീജം എന്ന് വാസ്തവത്തിൽ സ്പേമിനെയും ഓവത്തിനെയും പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ബീജജനനം എന്ന് പറയുന്നു എന്ന് മാത്രം. ആക്ച്വലി ഇതിന്റെ മലയാളം, സ്പേമിന്റെ മലയാളം പും ബീജം എന്നാണ് കേട്ടോ. ബീജരൂപീകരണ പ്രക്രിയ വൃഷണങ്ങളിലാണ് സംഭവിക്കുന്നത്. കുട്ടികളെ, നമുക്കറിയാം പുരുഷന്മാരിൽ ബീജം അല്ലെങ്കിൽ പുംബീജ നിർമ്മാണം നടക്കുന്നത് എവിടെ? വൃഷണങ്ങളിൽ, ടെസ്റ്റിസിലാണ് സംഭവിക്കുന്നത്. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ചില ട്യൂബുലാർ നെറ്റ്വർക്കുകൾ ഉണ്ട്. അവരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് സ്പെർമാറ്റോജനസിസ് നടക്കുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് പഠിച്ചു വെച്ചോണം കേട്ടോ. സെമിനിഫറസ് ട്യൂബ്യൂൾസ് അതായത് പുരുഷന്മാരുടെ വൃഷണങ്ങളിലെ ഉൾപ്രദേശത്തിൽ കാണുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന മേഖലയിലാണ് എന്ത് സംഭവിക്കുന്നത്? സ്പെർമാറ്റോജനസിസ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് വെച്ചിട്ടാണ് ഈ പുതിയ സ്പേം എന്ന് പറയുന്ന ഒരു സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്പെർമാറ്റോജനസിസിലെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഘട്ടം എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ഓക്കെ, ആ ഘട്ടത്തിന്റെ പേര് ഒന്നും നിങ്ങൾ പഠിക്കണ്ട. മൾട്ടിപ്ലിക്കേഷൻ, വളർച്ചാ ഘട്ടം, അത് നിങ്ങൾ പഠിക്കണ്ട. അതിന്റെ അകത്തുള്ള കണ്ടന്റ് ആണ് പഠിക്കേണ്ടത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന ഒരു സെല്ലിരിപ്പുണ്ട്. സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന ഒരു സെല്ല്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന കുറച്ച് സെൽസ് എവിടെ ഇരിപ്പുണ്ട്? സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, ഇവന്മാർ ആദ്യം എന്ത് ചെയ്യും? ഇവന്മാര് ഇതിൽ നിന്നാണ് നമ്മുടെ സ്പേം ഉണ്ടാകാൻ പോകുന്നത്. ഈ സ്പെർമാറ്റോഗോണിയ എന്ന ഡിപ്ലോയിഡ് കോശം പതുക്കെ മൈറ്റോസിസിന് വിധേയമാകുന്നു. മൈറ്റോസിസിന് വിധേയമാകുന്നു. ഓക്കെ, മൈറ്റോസിസിന് വിധേയമായി സ്പെർമാറ്റോഗോണിയ മൈറ്റോസിസിന് വിധേയമായപ്പോൾ ഇപ്പോ കിട്ടിയിരിക്കുന്ന ആളാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ശ്രദ്ധിച്ചോണേ. സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന കോശങ്ങൾ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ഈ സ്പെർമാറ്റോഗോണിയ പതുക്കെ എന്ത് സംഭവിക്കും? മൈറ്റോസിസിന് വിധേയമാകും. നോർമൽ നമ്മുടെ
ക്രോമോസോംസിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത മൈറ്റോസിസിന് വിധേയമാവും. ഓക്കെ, അപ്പൊ എന്താ കിട്ടുന്നത്? അപ്പൊ കിട്ടുന്ന സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അതും എന്ത് തന്നെ, അതും ഡിപ്ലോയിഡ് ആണ് അല്ലേ? കാരണം മൈറ്റോട്ടിക് ഡിവിഷൻ ആണല്ലോ, അതും ഡിപ്ലോയിഡ് ആണ്. ഇനി അടുത്ത ഘട്ടമാണ് വളർച്ചാ ഘട്ടം, ഗ്രോത്ത് ഫേസ്. ആ വളർച്ചാ ഘട്ടം എന്നുള്ളതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ, അടുത്ത കണ്ടന്റ് നോക്കിയാൽ. പ്രാഥമിക സ്പെർമാറ്റോസൈറ്റുകൾ ഇനി എന്ത് സംഭവിക്കുന്നു? വലുതാകുന്നു. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആദ്യം സ്പെർമാറ്റോഗോണിയ ഡിവൈഡ് ചെയ്തു, മൈറ്റോട്ടിക് ഡിവിഷന്റെ ഫലമായിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി. അവൻ ഇപ്പോൾ വളർച്ചാ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്, അവര് വലുതാകാൻ തുടങ്ങുന്നു. ഇനി അടുത്തതാണ് പക്വതാ ഘട്ടം, മെച്ചുറേഷൻ ഫേസ്. എന്താണ് കൂടുതൽ മെച്ചുറേഷൻ ഫേസ്? ഇനി ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്ത് ഡിവിഷൻ? മയോസിസ് അല്ലെങ്കിൽ മിയോസിസ് എന്ന് നമ്മൾ പറയുമല്ലോ, മിയോസിസ്. ഓക്കെ, മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട്സ്? ഊനഭംഗം. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമഭംഗം അല്ലേ? അപ്പൊ നോക്കൂ, ഈ ഊനഭംഗത്തിന് വിധേയമാകാൻ പോവുകയാണ് ആര്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. കൂട്ടലെ, ഈ ഊനഭംഗത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മിയോസിസ് എന്ന് പറയുന്നത് 2 ഫേസിൽ നടക്കുന്ന മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. അതിലെ മിയോസിസ് 1 എന്ന് പറയുന്നതാണ് റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസ് 2 എന്ന് പറയുന്നത് നമ്മുടെ മൈറ്റോട്ടിക് ഫേസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഫേസ് ആണ്. അപ്പൊ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അല്ലെങ്കിൽ പ്രാഥമിക സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് മിയോസിസ് 1 സംഭവിക്കുമ്പോൾ അത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് ഇവന്മാര് മാറിയിരിക്കുകയാണ്. ഇത് റിഡക്ഷൻ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. പ്രാഥമിക സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഹാപ്ലോയിഡും. നോട്ട് ദ പോയിന്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഹാപ്ലോയിഡുമാണ്. ഓക്കെ അല്ലേ? ഇനി ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് സംഭവിക്കും? ഇനി നമ്മുടെ മിയോസിസ് തീർന്നിട്ടില്ല, മിയോസിസിന്റെ രണ്ടാമത്തെ ഘട്ടമുണ്ട്. മിയോസിസ് 2 സംഭവിക്കുകയും ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന കോശങ്ങളായി മാറിയിരിക്കുന്നു. അപ്പൊ സ്പെർമാറ്റിഡും എന്ത് തന്നെ? ഹാപ്ലോയിഡ് തന്നെ. കാരണം മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസുമായിട്ട് സാമ്യമുള്ള ഫേസ് ആണ്. അവിടെ പ്രത്യേകിച്ച് വേറെ റിഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഓൾറെഡി ഹാപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഇപ്പൊ വീണ്ടും മിയോസിസ് 2ന് വിധേയമായപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സ്പെർമാറ്റിഡ്സിന് സ്പേമിന്റെ ശരീരഘടനയല്ല, അതൊരു നോർമൽ സെല്ല് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇല്ലേ? ഈ സ്പെർമാറ്റിഡിനെ ഇനി എന്താക്കി മാറ്റണം? നമ്മുടെ സ്പെർമാറ്റോസോവയാക്കി മാറ്റണ്ടേ? എന്താണ് ഈ സ്പെർമാറ്റോസോവ? നമ്മൾ സ്പേം എന്ന് വിളിക്കുന്ന ആ സാധനം തന്നെ, അതിന്റെ പേരാണ്, ആക്ച്വൽ പേരാണ് സ്പെർമാറ്റോസോവ. സ്പെർമാറ്റോസോവയായി മാറുമ്പോഴാണ് അതിന്റെ ഹെഡും ആക്രോസോമും ടെയിലും ഒക്കെ കിട്ടുന്നത്. സ്പെർമാറ്റിഡിന് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പൊ ഈ സ്പെർമാറ്റിഡിനെ ഇനി എന്താക്കി മാറ്റണം? സ്പെർമാറ്റോസോവയാക്കി മാറ്റണം, മെച്ചുവർ സ്പേം ആക്കി മാറ്റണം അല്ലെ? ഈ പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയോജനസിസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. പഠിച്ചു വെച്ചോണേ കുട്ടികളെ, പഠിച്ചു വെച്ചോണേ. സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ടു സ്പെർമാറ്റോസോവ. ഓക്കെ, ഇത് കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ സ്പെർമാറ്റോജനസിസ് എന്ന് പറയുമെങ്കിലും ഇതിന്റെ അവസാനത്തെ സ്റ്റെപ്പായ സ്പെർമാറ്റിഡിനെ സ്പെർമാറ്റോസോവയാക്കി മാറ്റുന്ന പ്രൊസീജിയറിന്റെ പേരാണ് സ്പെർമിയോജനസിസ്. വെരി വെരി ഇമ്പോർട്ടന്റ്, പരീക്ഷയിൽ ചോദിക്കും. ഇപ്പോ സ്പെർമാറ്റോസോവ എന്ന നമ്മുടെ മെച്ചുവർ സ്പേം ആക്രോസോമും നമ്മുടെ മിഡിൽ പീസും നമ്മുടെ ടെയിലും ഒക്കെ ആയിട്ട് മെച്ചുവർ ആയിട്ട് നിൽക്കുക. ഇനി ഇവന്മാരെ എങ്ങോട്ട് ഇറക്കി വിടണം? ഇവര് ആ സീമൻ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഒരു ഘടനയായിട്ട് മാറണ്ടേ? ഇജാക്കുലേഷനിലൂടെ പുറത്തേക്ക് വരണ്ടേ ഇല്ലേ? ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഭവിക്കണ്ടേ? അപ്പൊ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണ് ഇത്രയും നേരം ഇവന്മാര് നിന്നത്. ഈ സ്പെർമാറ്റോസോവെ ഇനി എന്താണ് സംഭവിക്കേണ്ടത്? അവൻ ഈ കുഴലിന്റെ വെളിയിലോട്ട് വരണ്ടേ? അവൻ അവിടെ തന്നെ നിന്നാ മതിയോ? റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇവൻ പുറത്തു വരണ്ടേ? അതിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന പ്രോസസ്സാണ് സ്പെർമിയേഷൻ. സ്പെർമിയേഷൻ എന്നത് സെർട്ടോളി കോശങ്ങളിൽ നിന്ന് മുതിർന്ന ബീജങ്ങൾ എപ്പിഡൈഡിമിസിലേക്ക് നീങ്ങുന്നതിന് മുൻപ് സെമിനിഫറസ് ട്യൂബ്യൂളുകളിലേക്ക് പുറത്തുവിടുന്ന പ്രക്രിയയാണ് കുട്ടികൾ. അതായത് ദ റിലീസ്
of mature spermatozoa from the seminiferous tubules. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും മുതിർന്ന സ്പെർമാറ്റോസോവകളെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ് സ്പെർമിയേഷൻ. ഈ സ്പെർമിയേഷൻ നടന്നാലേ ഇവൻ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് വരൂ, എങ്കിലേ ഇവനിനെ അടുത്ത മേഖലയായ എപ്പിഡൈഡിമിസിലേക്ക് പോകുള്ളൂ. എപ്പിഡൈഡിമിസ് ഒരു ടെസ്റ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു ഘടന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ടെസ്റ്റിസിന്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. അതാണ് എപ്പിഡൈഡിമിസ്. ഓക്കെ, ഈ എപ്പിഡൈഡിമിസിലേക്കാണ് ഈ സ്പേം അടുത്തതായിട്ട് പോകേണ്ടത്. സോ ദ റിലീസ് ഓഫ് സ്പെർമാറ്റോസോവ ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതിനെ വിളിക്കുന്ന പേര് എന്താണ്? സ്പെർമിയേഷൻ. കുട്ടികളെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വാക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ. സ്പെർമിയേഷൻ, സ്പെർമിയേഷൻ. സ്പെർമാറ്റോജെനസിസും സ്പെർമിയോജെനസിസും സ്പെർമിയേഷനും നിങ്ങൾ തിരിഞ്ഞു പോകരുത്. ഈ ഓവറോൾ സ്പേം ഫോർമേഷന്റെ പ്രോസസ്സിന്റെ പേരാണ് സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, സ്പെർമാറ്റിഡ്സിൽ നിന്നും സ്പെർമാറ്റോസോവ ഉണ്ടാകുന്ന ആ സ്റ്റെപ്പ് മാത്രമാണ് സ്പെർമിയോജെനസിസ്. ഈ ഉണ്ടായിരിക്കുന്ന സ്പെർമാറ്റോസോവ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഫ്രണ്ട്സ്? ഓക്കെ, ഈ സ്പെർമിയേഷൻ പഠിച്ചപ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു സെല്ലിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്, സെർട്ടോളി സെൽസ്. കുട്ടികളെ, സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ സ്പെർമാറ്റോഗോണിയം തുടങ്ങിയ സെല്ലുണ്ടല്ലോ, ഈ സ്പെർമാറ്റോഗോണിയം എന്നൊക്കെ പറയുന്നത് എവിടെയാ കാണുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണ്. ഈ സെർട്ടോളി സെൽസ് എന്ന് പറയുന്നതും ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണ്. സെർട്ടോളി സെല്ലിന്റെ പരിപാടി ഈ പറയുന്ന സ്പെർമാറ്റോഗോണിയത്തിനും മറ്റു മെച്യൂർ ആയിട്ടുള്ള സ്പെർമുകൾക്കും ഒക്കെ ന്യൂട്രീഷൻ കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ പരിശോധിക്കുക, പരിചരിക്കുക, അതിന്റെ നറിഷ്മെന്റ് കൊടുക്കുക, ഇതൊക്കെയാണ് സെർട്ടോളി കോശങ്ങൾ. ഓക്കെ, അപ്പൊ ഈ സെർട്ടോളി കോശങ്ങളുടെ ഇടയിലാണ് ഇവന്മാർ ഈ പറയുന്ന സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത്. അങ്ങനെ ഉണ്ടായ സ്പെർമാറ്റോസോവ ഈ സെർട്ടോളി കോശങ്ങളിൽ നിന്നും വിടുതൽ നേടി വേണം പുറത്തേക്ക് വരാൻ. അങ്ങനെ സെർട്ടോളി കോശങ്ങളിൽ നിന്നും അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് എങ്ങോട്ട് വരുന്നു? സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്തേക്ക് വരുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയേഷൻ. ശ്രദ്ധിച്ചോണേ, ഈ ഒറ്റ സ്ലൈഡ് എന്ന് പറയുന്നത് കണ്ടന്റ് പാക്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്കും പോകുന്നില്ല, സിലബസ് വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഹാപ്ലോയിഡുമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് എവിടെ തുടങ്ങിയതാണ്? ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ ആരംഭിച്ച ഈ പ്രക്രിയ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയ മൈറ്റോസിസിന് വിധേയമായി ആദ്യം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി, അത് ഡിപ്ലോയിഡ് ആണ്. അത് പിന്നീട് വളർന്ന് അവസാനം എന്ത് സംഭവിച്ചു? അതിൽ മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുകയാണ്. മിയോസിസ് 1 നടന്നപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്ന ഡിപ്ലോയിഡ് കോശം സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് കോശമായിട്ട് മാറി. കഴിഞ്ഞില്ല, ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് മിയോസിസ് 2 വിധേയമാകുന്നു. അത് നമ്മുടെ സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് കോശമായിട്ട് മാറുകയാണ്. സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സെല്ല് മാത്രമാണ്. അതിനെ ഇനിയിപ്പോ ബാക്കി ഘടനകളൊക്കെ വേണമെങ്കിൽ അത് വേറൊരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. അതിന്റെ പേരാണ് സ്പെർമിയോജെനസിസ്. സ്പെർമാറ്റിഡിൽ നിന്നും സ്പെർമാറ്റോസോവ എന്ന മെച്യൂർ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ്. ഒടുവിൽ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് നിൽക്കുന്ന ഈ പറയുന്ന കോശങ്ങൾ, സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട നമ്മുടെ സ്പെർമാറ്റോസോവ, അത് സെർട്ടോളി സെല്ലിന്റെ ഇടയിലല്ലേ നിൽക്കുന്നത്? സെർട്ടോളി സെല്ലിന്റെ ഇടയിൽ നിന്നും അവന്മാർ എങ്ങോട്ട് പോകും? അവന്മാർ എസ്കേപ്പ് ചെയ്ത് ആ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വെളിയിലേക്ക് വരികയാണ്, ടു റീച്ച് ദ എപ്പിഡൈഡിമിസ്. കുട്ടികളെ, ഈ പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയേഷൻ. വ്യക്തമല്ലേ കുട്ടികളെ? വ്യക്തമല്ലേ? സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത് വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെയാണ്, സ്പെർമാറ്റോജെനസിസ് ക്ലിയർ ആണ്. നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മളൊരു ഡയഗ്രത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഡയഗ്രത്തിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. എന്താണ് ആ ഡയഗ്രത്തിന്റെ അല്ലെങ്കിൽ അതിൽ പറയുന്നത്? നോക്കൂ, സ്പെർമാറ്റോഗോണിയം എന്ന് പറയുന്ന ഒരു ഹാപ്ലോയിഡ് സെൽ ഇവിടെ ഉണ്ട്. അത് ആദ്യം മൈറ്റോസിസിന് വിധേയമായി. മൈറ്റോസിസിന് വിധേയമായപ്പോൾ അവന്മാര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി, അല്ലെ? മൈറ്റോസിസിന് വിധേയമായപ്പോൾ അവന്മാര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറിയോ? മാറി. ഇനി എന്താ സംഭവിക്കുന്നത്? അവിടെ മിയോസിസ് നടക്കുകയാണ്. മിയോസിസ് 1 സംഭവിച്ചപ്പോൾ ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായി. മിയോസിസ് 2 സംഭവിച്ചപ്പോൾ ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ് ഉണ്ടായി.
ഈ സ്പെർമാറ്റോയിഡ് അവസാനം സ്പേം അല്ലെങ്കിൽ സ്പെർമാറ്റോസോവയായിട്ട് മാറിയിരിക്കുകയാണ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് സ്പെർമിയോജനസിസ്. ഈ പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയോജനസിസ്. മറന്നു പോകരുത്, സ്പെർമിയോജനസിസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൂടെ നിങ്ങൾക്ക് ഇപ്പോ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഡയഗ്രാം ഒന്ന് നോക്കുക, എന്നിട്ട് കണ്ടന്റിലേക്ക് പോവുക കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്പെർമാറ്റോജനസിസ്. അപ്പൊ നമുക്കറിയാമല്ലോ, ഒരു പ്രാഥമികമായ ബീജകോശം, അതായത് ഒരു പ്രൈമറി സ്പെർമാറ്റോ സൈറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് അവസാനം എത്ര എണ്ണം ഉണ്ടായി? 4 സ്പെർമാറ്റോസോവയാ ഉണ്ടായത് അല്ലെ? നിങ്ങളിവിടെ നോക്കിക്കേ, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്ന ആള് ഡിവൈഡ് ചെയ്തിട്ട് അവസാനം നമുക്ക് എത്ര എണ്ണം കിട്ടി? നമുക്ക് 1, 2, 3, 4 സ്പെർമാറ്റോസോവയാ കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു കണക്ക് ഞാൻ ഇവിടെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഒരു പ്രാഥമിക ബീജകോശം, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്ത് അവസാനം എവിടെ എത്തി? 4 സ്പെർമാറ്റോസോവയിൽ എത്തി നിൽക്കുക. ബീജജനനം പ്രായപൂർത്തിയാകുമ്പോൾ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു. കുട്ടികൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി എന്ന് പറയുന്നത് പ്യൂബർട്ടി മുതൽ മരണം വരെ പുരുഷന്മാരിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളുടെ അവസ്ഥ അതല്ല. സ്ത്രീകളിൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന കുറെ എഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓവമുണ്ട്. അവ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അത് ജീവിതകാലത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ എണ്ണം പതുക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതേസമയം പുരുഷന്മാരുടെ കേസ് അങ്ങനെയല്ല. പുരുഷന്മാർ മരണം വരെ സ്പേംസിനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. ഒരു പോയിന്റ് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ ഓവം, അതിന്റെ അളവ് വളരെയധികം കുറയാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 രീതിയിലാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ പറയുന്ന ഗ്യാമറ്റോജനസിസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ശരീര താപനിലയേക്കാൾ അല്പം കുറഞ്ഞ താപനില ആവശ്യമാണ് സ്പെർമാറ്റോജനസിസിന്. നമുക്കറിയാം, നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ അല്പം കൂടെ കുറഞ്ഞ ടെമ്പറേച്ചർ വേണം സ്പേംസ് പ്രൊഡക്ഷൻ സംഭവിക്കാൻ. ആ കാരണം കൊണ്ട് തന്നെയാണ് വൃഷണ സഞ്ചിയിൽ ആയിരിക്കുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് വൃഷണ സഞ്ചി അഥവാ സ്ക്രോട്ടം അല്ലെങ്കിൽ സ്ക്രോട്ടൽ സാക്കിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുരുഷന്മാരിലെ ടെസ്റ്റിക്കിൾസിലെ ഈ സ്ക്രോട്ടൽ സാക്ക് അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയത്ത് ശരീരത്തിൽ നിന്നും കുറച്ച് നീങ്ങിയായിരിക്കും നിൽക്കുന്നത്. നല്ല തണുപ്പുള്ള സമയത്ത് ഈ സ്ക്രോട്ടം എന്ന് പറയുന്നത് ടെസ്റ്റിക്കിൾസിനെ ശരീരത്തിലേക്ക് കൊണ്ട് ചേർത്ത് വയ്ക്കും. കാരണം ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. സ്ത്രീകളുടെ ഗാമേറ്റ്സിനെ പോലെയല്ല. സ്ത്രീകളുടെ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പുരുഷന്മാരുടെ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ പുറത്താണ് ഇരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും വ്യത്യസ്തമാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട കോശത്തിലേക്ക് വരികയാണ്. സെർട്ടോളി സെൽസ്. പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സെർട്ടോളി സെൽസ്. സെർട്ടോളി കോശങ്ങൾ. എന്താണ് കുട്ടികളെ സെർട്ടോളി സെൽസ്? സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷയിൽ ചോദ്യം കേട്ടോ. സെർട്ടോളി സെൽസ് എന്താണിത്? ഇത് നഴ്സിംഗ് കോശങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിൽ ആ സ്പെർമാറ്റോഗോണിയയ്ക്കൊക്കെ അല്ലെങ്കിൽ ഗ്രോയിങ് സ്പെർമാറ്റോസോവയ്ക്കൊക്കെ എന്താണ് നഴ്സിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന സെൽസ് ആണ് സെർട്ടോളി സെൽസ്. എന്നാൽ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത്, സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിക്കിളിന്റെ അകത്ത് ഒരുപാട് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ, ഈ സെമിനിഫറസ് ട്യൂബ്യൂളുകളുടെ ഇടയിൽ കാണുന്ന ചില സെൽസ് ഉണ്ട്. അതിന്റെ പേരാണ് ലൈഡിക് സെൽസ്. അവന്മാരുടെ പേരാണ് ലൈഡിക് സെൽസ് കേട്ടോ. ലൈഡിക് കോശങ്ങൾ, ലൈഡിക് സെൽസ്. എന്താണ് കുട്ടികളെ ലൈഡിക് സെൽസിന്റെ പ്രത്യേകത? ഇവരാണ് ടെസ്റ്റോസ്റ്റെറോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The hormone which is required for spermatogenesis, അതാണ് ടെസ്റ്റോസ്റ്റെറോൺ. കുട്ടികളെ ഈ ടെസ്റ്റോസ്റ്റെറോൺ ഏത് സെല്ല് നിർമ്മിക്കും? ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടെങ്കിലേ ഈ പറയുന്ന സ്പെർമാറ്റോജനസിസ് നടക്കുള്ളൂ. ടെസ്റ്റോസ്റ്റെറോൺ നിർമ്മിക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് കിടക്കുന്ന കോശങ്ങളാണ് ലൈഡിക് കോശങ്ങൾ. ക്ലിയർ ആണോ ഫ്രണ്ട്സ്? ക്ലിയർ ആണോ? നമുക്ക് അതിന്റെ ഡയഗ്രാം ഒന്ന് നോക്കിയാലോ. ദേ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ കുറച്ച് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ സെക്ഷൻ ആണ്. ഇത് ടെസ്റ്റിക്കിൾസിന്റെ അകത്ത് ഒരുപാട് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. അതിലെ 2-3 സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ഇവിടെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത് ദേ പുറത്ത് നിൽക്കുകയാണ് അല്ലെ? ഇതിന്റെ അകത്ത് നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് സെർട്ടോളി സെൽസ്. സ്പെർമാറ്റോഗോണിയം എന്ന് പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അതിന്റെ ഇടയിൽ തന്നെ ആരുണ്ട്? സെർട്ടോളി സെൽസ് ഉണ്ട് ടു ഗിവ് നറിഷ്മെന്റ്.
സ്പെർമാറ്റോഗോണിയത്തിൽ നിന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ഇവിടെ ഉണ്ട്. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഇടയിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ട്. അവന്മാരിതേ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി, അവന്മാരിതേ ചെറിയ ചെറിയ സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സ്പെർമാറ്റിഡ്സ് പതുക്കെ പതുക്കെ സ്പേംസ് ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇടയിൽ കാണുന്ന സെൽസ് ആണ് ലെയ്ഡിക് സെൽസ്. ലെയ്ഡിക് സെൽസ് അതായത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത്, രണ്ട് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇടയിൽ കാണുന്ന ആൾക്കാരാണ് ലെയ്ഡിക് സെൽസ്. ഇവന്മാരെന്താ ചെയ്യുന്നത്? ദേ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്ററോൺ. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ലെയ്ഡിക് സെൽസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ലെയ്ഡിക് സെൽസ്, സെർട്ടോളി സെൽസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ലെയ്ഡിക്കും സെർട്ടോളി സെൽസും മിക്ക ആൾക്കാർക്ക് തിരിഞ്ഞു പോകും. ഇത് ഓർത്ത് വയ്ക്കാൻ ഒറ്റ എളുപ്പ വഴിയുണ്ട്. സെർട്ടോളി, സാർ സാർ എന്തെങ്കിലും വേണോ സാർ? കഴിക്കാൻ എന്തെങ്കിലും വേണോ സാർ? കുടിക്കാൻ എന്തെങ്കിലും വേണോ സാർ? എപ്പോഴും നമ്മുടെ ഒരു പരിചാരകനെ പോലെ നിൽക്കുന്ന ആൾ സെർട്ടോളി, നറിഷ്മെന്റ് കൊണ്ടുവരുന്ന ആൾ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതിൽ സെർട്ടോളി ഏത് ലേഡിക്ക് ഏത് എന്ന് സംശയം വരും. സാർ സാർ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് നമുക്ക് നറിഷ്മെന്റ് തരുന്ന ആളാണ് സെർട്ടോളി സെൽസ് എന്നോർത്താൽ മതി. അപ്പൊ പിന്നെ ലേഡിക് സെൽസിനെ ഇനിയിപ്പോ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒറ്റ കോഡ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അത് തെറ്റില്ല. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെർട്ടോളി സെൽസ് ആൻഡ് ലേഡിക് സെൽസ് അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. ഊജെനസിസ്. സ്പെർമാറ്റോജെനിസിസ് കഴിഞ്ഞു, സ്പെർമിനെയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ഊജെനസിസിലേക്ക് വരികയാണ് നമ്മൾ. കൂടുതൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പെർമാറ്റോജെനസിസ് പറയുന്നത് പോലെ സിംപ്ലിഫൈഡ് ആയിട്ടല്ല ഊജെനസിസ് പോകുന്നത്. അതിന്റെ ഇടയിൽ കുറച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്പെർമാറ്റോജെനസിസ് നമുക്ക് വെറുതെ വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. പക്ഷേ ഊജെനസിസ് അങ്ങനെയല്ല. ഊജെനസിസ് എന്ന് പറയുന്നതിന്റെ സ്റ്റെപ്പിന്റെ ഇടയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. നമുക്ക് നോക്കാം. ഗർഭസ്ഥ ശിശുവിന്റെ അണ്ഡാശയത്തിൽ പ്രൈമോർഡിയൽ ബീജകോശങ്ങൾ മൈറ്റോസിസ് വഴി വിഭജിച്ച് ഊഗോണിയ രൂപം കൊള്ളുന്നു. അതായത് ഒരു അമ്മയുടെ വയറിനുള്ളിൽ ഒരു പെൺകുട്ടി ഉടലെടുക്കുമ്പോൾ ആ പെൺകുട്ടി, ഏത് അമ്മയല്ല, ആ അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ ഉള്ളിൽ അവരുടെ പ്രൈമോർഡിയൽ ബീജകോശങ്ങൾ എന്ന് പറയുന്നത് മൈറ്റോസിസ് വഴി ഊഗോണിയ ആയിട്ട് മാറുന്നു. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഊഗോണിയ സ്പെർമാറ്റോഗോണിയ ആണല്ലോ. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആളായിരിക്കും ഊഗോണിയ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പൊ ഇത് ഒരു അമ്മയുടെ വയറിനുള്ളിൽ ഒരു സ്ത്രീ കിടക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഊഗോണിയ അവിടെ ഉണ്ടായിരിപ്പുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കണം. ഈ ഊഗോണിയ എന്ന് പറയുന്നത് വിഭജിച്ച് ദശലക്ഷക്കണക്കിന് കോശങ്ങൾ രൂപപ്പെടുന്നു. ഈ ഊഗോണിയ എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഈ ഊഗോണിയ വിഭജിച്ച് എവിടെ? വയറിനുള്ളിൽ തന്നെ വിഭജിച്ച്. അതായത് ഒരു പെൺകുട്ടി അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഊഗോണിയ വിഭജിച്ച് ദശലക്ഷക്കണക്കിന് കോശങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ, അതിൽ ചിലത് പ്രാഥമിക ഊസൈറ്റ് ആയിട്ട് മാറുന്നു, ബാക്കിയുള്ളവ ക്ഷയിക്കുന്നു. ഇല്ല, ഊഗോണിയ നമ്മൾ നേരത്തെ സ്പെർമാറ്റോഗോണിയ പഠിച്ചപ്പോൾ സ്പെർമാറ്റോഗോണിയ ഡിവൈഡ് ചെയ്ത് ആദ്യം ഉണ്ടാകുന്നത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണെങ്കിൽ ഇവിടെ ഊഗോണിയ ഡിവൈഡ് ചെയ്ത് ആദ്യം ഉണ്ടാകുന്നത് പ്രൈമറി യൂസൈറ്റ് ആണ്. റിലേറ്റ് ചെയ്ത് പഠിക്കാമല്ലോ നിങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സ്ത്രീകളുടെ കേസിൽ സ്ത്രീകൾ അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുന്ന ആ മൊമെന്റിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പുരുഷന്മാരെ പോലെയല്ല. പുരുഷന്മാർക്ക് പിന്നീടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എങ്കിൽ സ്ത്രീകൾ അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഊസൈറ്റുകൾ, പ്രൈമറി യൂസൈറ്റ് എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വികസിച്ച് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഊഗോണിയ ഡിവൈഡ് ചെയ്ത് പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഓവറോൾ സ്റ്റെപ്സ് നമ്മൾ ആദ്യം കാണുകയാണ്. ആ സ്റ്റെപ്സ് കണ്ടിട്ട് നമുക്ക് ആ സ്റ്റെപ്പിന്റെ ഇടയിലെ പോയിന്റിലേക്ക് വരാം കേട്ടോ. ഊഗോണിയയുടെ ഘട്ടങ്ങൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഘട്ടം, അതായത് ഊഗോണിയ മൈറ്റോട്ടിക് ആയിട്ട് വിഭജിച്ച് ആരാകുന്നു? പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറുന്നു. അല്ലെ, നമ്മുടെ നേരത്തെ പഠിച്ച സ്പെർമാറ്റോഗോണിയം മൈറ്റോട്ടിക് ആയിട്ട് വിഭജിച്ച് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയതുപോലെ ഇവിടെ പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറും. ഇനി വളർച്ചാ ഘട്ടമാണ്. പ്രൈമറി യൂസൈറ്റ് രൂപപ്പെടുന്നു. പ്രൈമറി യൂസൈറ്റിന്റെ അകത്ത് യോക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ശേഖരിക്കപ്പെടുന്നു. എന്താണ് കൂട്ടിലെ യോക്ക്? നമ്മൾ ഈ മഞ്ഞക്കരു എന്നൊക്കെ പറയുന്നില്ലേ? ഹ്യൂമൻസിന്റെ കേസിൽ യോക്ക് എന്നൊക്കെ പറയുന്നത്
വളരെ മിനിമലാണ്, അല്ലെങ്കിൽ ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റ് ജീവജാലങ്ങളെ സംബന്ധിച്ച് യോക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ആ എഗ്ഗിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഊസൈറ്റിന്റെ അകത്ത് പതുക്കെ പതുക്കെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ നോക്കണം, നമ്മുടെ ഊഗോണിയ മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായി നമ്മുടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി യൂസൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഊഗോണിയ ഡിപ്ലോയിഡ് ആണ്, പ്രൈമറി യൂസൈറ്റും ഡിപ്ലോയിഡ് ആണ്. ഇനി മെച്ചുറേഷൻ ഫേസ്, കുട്ടികളെ സ്വാഭാവികമായിട്ടും ഇനി പ്രൈമറി യൂസൈറ്റ് എന്തായിട്ടായിരിക്കും മാറാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ഡിവിഷനിലേക്കാണ് പോകുന്നത്? മിയോസിസ് ആണല്ലോ, അല്ലെങ്കിൽ മയോസിസ്. മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ ആണല്ലോ ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ മിയോസിസ് 1 സംഭവിച്ചു. പ്രൈമറി യൂസൈറ്റ് ദ്വിതീയ ഊസൈറ്റ് ആയിട്ട് മാറി, സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മെയിൽസിന്റെ കേസിൽ 2 പ്രൈമറി യൂസൈറ്റ് അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരെണ്ണം പ്രൈമറി യൂസൈറ്റ് ഇല്ല, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ് അവിടെ, അല്ലെങ്കിൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ് അവിടെ ഉണ്ടായത് എങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു സെക്കൻഡറി ഊസൈറ്റും ഒരു പോളാർ ബോഡിയും ഉണ്ടാവുകയാണ്. പോളാർ ശരീരം അല്ലെങ്കിൽ പോളാർ ബോഡി, ഒരു പോളാർ ബോഡി ഉണ്ടായിരിക്കുകയാണ്. നോക്കൂ, നമ്മൾ സ്പെർമാറ്റോജനസിസിൽ പഠിക്കാത്ത കാര്യമാണ്. സ്പെർമാറ്റോജനസിസിൽ എന്തായിരുന്നു? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റായിട്ട് മാറി എന്നതാണ് അല്ലെ? പക്ഷെ ഇവിടെ ഒരെണ്ണം സെക്കൻഡറി ഊസൈറ്റും ഒരെണ്ണം പോളാർ ബോഡിയുമായിട്ട് മാറിയിരിക്കുക. ഈ പോളാർ ബോഡി വിൽ ഡിസിൻറ്റഗ്രേറ്റ്. അത് ആവശ്യമില്ല, അത് എന്ത് ചെയ്യുന്നു? അത് ക്ഷയിച്ചു പോകുന്നതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. അപ്പോ പ്രൈമറി യൂസൈറ്റ് ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഈ മിയോസിസ് 1ന്റെ ഫലമായിട്ടുണ്ടാകുന്ന സെക്കൻഡറി യൂസൈറ്റ് എന്ന് പറയുന്നത് ആപ്ലോയിഡ് ആയിരിക്കുമല്ലോ, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ മിയോസിസ് തീർന്നോ? ഇല്ല, ഒരു റൗണ്ടും കൂടെ ഉണ്ട്. മിയോസിസ് 2ലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദ്വിതീയ ഊസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓവമായിട്ട് മാറി. സെക്കൻഡറി യൂസൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഓവം. കൺവേർട്ടഡ് ടു എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഡിവൈഡ് ചെയ്ത് 1 ഓവവും 2 സെക്കൻഡ് പോളാർ ബോഡിയുമായിട്ട് മാറിയിരിക്കുകയാണ്. സെക്കൻഡ് പോളാർ ബോഡി, നേരത്തെ ഉണ്ടായത് ഫസ്റ്റ് പോളാർ ബോഡി, ഇപ്പോ സെക്കൻഡ് പോളാർ ബോഡിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ സെക്കൻഡ് പോളാർ ബോഡിയും ആവശ്യമില്ല, അതും എന്ത് ചെയ്യുന്നു? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഊഗോണിയയിൽ നിന്നും പ്രൈമറി യൂസൈറ്റ് ഉണ്ടായി, പ്രൈമറി യൂസൈറ്റിൽ നിന്നും സെക്കൻഡറി യൂസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടായി, സെക്കൻഡറി യൂസൈറ്റിൽ നിന്നും നമ്മുടെ ഓവവും സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകും. ഓക്കെ, ക്ലിയർ? അപ്പൊ അതിന്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു കാര്യം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഈ സ്റ്റെപ്പ്, അതായത് ഈ ഫൈനൽ ഓവത്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? ബീജസങ്കലനത്തിന് ശേഷം മാത്രമാണ്. only after fertilization the meiotic 2 phase will be completed. അതങ്ങനെ സംഭവിച്ചു. അങ്ങനെയാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. അതായത് ഈ മിയോസിസ് 2 എന്ന് പറയുന്ന ഘട്ടം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫെർട്ടിലൈസേഷന് ശേഷം മാത്രമേ ആ ഘട്ടം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെന്ന് എനിക്കറിയാം, നമ്മളതൊരു ഡയഗ്രത്തിലൂടെ കാണാൻ പോവുകയാണ്. കൂട്ടുകാരെ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ ഊഗോണയത്തിൽ സംഭവിക്കുന്ന ഡിവിഷൻസ് 2 സ്ഥലങ്ങളിലാണ് ഹോൾട്ട് ചെയ്തിരിക്കുന്നത്. 2 സ്ഥലങ്ങളിൽ അത് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ ജീവിതകാലത്തിൽ ഉടനീളം. 2 സ്ഥലം, 2 പ്ലേസസ് അല്ലെങ്കിൽ 2 ടൈം. ഊഗോണിയം ഓവത്തിലേക്കുള്ള യാത്രയിൽ 2 സ്ഥലങ്ങളിൽ അവിടെ ഹോൾട്ട് സംഭവിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് 2 സ്ഥലം? ആ 2 സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ബിഫോർ ബർത്ത്, അതായത് ഒരു സ്ത്രീ ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയുടെ വയറിനുള്ളിൽ തന്നെ എന്ത് സംഭവിച്ചു? ഊഗോണിയം എന്ന് പറയുന്നത് മൈറ്റോസിസിന് വിധേയമായി പ്രൈമറി യൂസൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ കൂട്ടുകളെ, ഈ പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത മിയോസിസിലേക്ക് പോവണ്ടേ? എന്നാലല്ലേ സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് മാറുകയുള്ളൂ. ഈ മിയോസിസ് തുടങ്ങും എപ്പോ? ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ മിയോസിസ് തുടങ്ങും. പക്ഷെ മിയോസിസിലെ ആദ്യത്തെ ഫേസ് ആയ പ്രോഫേസ് 1 എന്ന് പറയുന്ന ഫേസിൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അവിടെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. പ്രോഫേസ് 1 കഴിഞ്ഞ് അടുത്ത മെറ്റാഫേസിലേക്ക് പോകുന്നില്ല. സോ ബേസിക്കലി വയറിനുള്ളിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ അവരുടെ പ്രൈമറി ഊസൈറ്റ് പ്രോഫേസ് 1 എന്ന് പറയുന്ന മിയോട്ടിക് സ്റ്റേജിൽ
അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കുട്ടി ജനിക്കുന്നു, ഒരു കുഞ്ഞു വാവ ജനിച്ചു, പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഇപ്പൊ എന്തുണ്ട്? പ്രൈമറി യൂസൈറ്റ് പ്രോഫേസ് 1 അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ആ പെൺകുട്ടി ഇനി ജീവിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ആ പെൺകുട്ടി ജീവിച്ച് ഈ പ്രോഫേസ് 1 അറസ്റ്റഡ് ആയിട്ടുള്ള പ്രൈമറി യൂസൈറ്റുമായിട്ട് ജീവിച്ച് ഒരു പെർട്ടിക്കുലർ ഏജിൽ എത്തുമ്പോൾ പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു വലിയ സംഗതി അവിടെ സംഭവിക്കുകയാണ്. പ്യൂബർട്ടി സംഭവിച്ചപ്പോൾ എന്ത് പറ്റി? പ്യൂബർട്ടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോഴാണ് പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രൈമറി യൂസൈറ്റ് പ്രോഫേസ് 1 നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ദ മിയോസിസ് വിൽ കണ്ടിന്യൂ. ആ ഫസ്റ്റ് റൗണ്ട് മിയോസിസ് ഇവിടെ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പ്യൂബർട്ടി ആയപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ അത് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറിയില്ലേ? പ്യൂബർട്ടിക്ക് ശേഷം മാത്രമേ ഒരു പെൺകുട്ടിയിൽ സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കാം ഇനിയിപ്പോ സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് അതിപ്പോ ഉടനെ ഓവമാവുമല്ലോ എന്ന് വിചാരിക്കും. അവിടെ വീണ്ടും തെറ്റി. സെക്കൻഡറി യൂസൈറ്റ് എന്ത് ചെയ്യുമെന്ന് അറിയാവോ? പ്യൂബർട്ടിക്ക് ശേഷം സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടായി, അത് നമ്മുടെ മിയോസിസ് 2 കടക്കുമല്ലോ. കുട്ടികളെ, ഈ മിയോസിസ് 2 കടന്നപ്പോൾ അതിലെ പ്രോഫേസ് കഴിഞ്ഞു, മെറ്റാഫേസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വന്നപ്പോൾ അവിടെ വീണ്ടും അറസ്റ്റഡ് ആയി, അവിടെ വീണ്ടും സ്റ്റോപ്പായി. ഓക്കെ, അപ്പൊ പ്യൂബർട്ടി കഴിഞ്ഞ് ആ സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടായി, അവൻ അടുത്ത മിയോസിസിന്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് പോയപ്പോ മെറ്റാഫേസിൽ അവൻ വീണ്ടും അറസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവനല്ല, അവൾ വീണ്ടും അറസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഒരു സ്പേം എൻ്റർ ചെയ്യുന്നത് വരെ അതങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, മെറ്റാഫേസ് 2 അത് അറസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നു, സ്പേം ഉള്ളിൽ വരുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കാൻ പോവുകയാണ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കാൻ പോവുകയാണ്. ഒരു സ്പേം ഉള്ളിൽ കടന്ന് ആ സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയുന്ന അവസ്ഥയെ പെനട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ മെറ്റാഫേസ് 2 നിന്നും ബാക്കി മിയോസിസും കൂടെ നടന്ന് അവസാനം എന്തായിട്ട് മാറുന്നത്? അവസാനം ഒരു ഓവമായിട്ട് മാറുന്നത്. നിങ്ങൾ ആലോചിക്കണം, 2 സ്ഥലത്താണ് ഊജനസിസിൽ സ്റ്റോപ്പ് വന്നിരിക്കുന്നത്. ഒന്ന്, ഒരു കുട്ടി ജനിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രൈമറി ഊസൈറ്റ് എന്ന ഘട്ടം പ്രോഫേസ് 1 അറസ്റ്റഡ് ആയി. ഓക്കെ. 2, ആ കുട്ടി ജനിച്ചതിന് ശേഷം പ്യൂബർട്ടി തുടങ്ങി കഴിഞ്ഞ ശേഷം അത് പിന്നീട് ആ അറസ്റ്റഡ് ആയിട്ടുള്ള മിയോട്ടിക് സൈക്കിൾ കംപ്ലീറ്റ് ആയി സെക്കൻഡ് റൗണ്ട് മിയോസിസിലേക്ക് പോകുമ്പോൾ മെറ്റാഫേസ് 2 വെച്ചിട്ട് വീണ്ടും സ്റ്റോപ്പ് ആയിട്ടിരിക്കുകയാണ്, വീണ്ടും അത് അറസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്, പിന്നെ അങ്ങോട്ട് പോവില്ല. ഇനി ഒരു സ്പേം വന്ന് ഫെർട്ടിലൈസേഷന് ശ്രമിക്കുമ്പോൾ മാത്രമേ ആ സെക്കൻഡറി യൂസൈറ്റ് ഡിവൈഡ് ചെയ്ത് ഇനി നമ്മുടെ ഓവവും നമ്മുടെ പോളാർ ബോഡിയും ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? സോ ആ 2 പ്രധാനപ്പെട്ട ഹോൾട്ട് എവിടെയാണ് എന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ. ഈ ആദ്യത്തെ ഹോൾട്ട് സംഭവിക്കുന്ന ഈ അവസ്ഥ, അതായത് പ്രോഫേസ് 1 ഹോൾട്ട് സംഭവിക്കുന്ന ഈ അവസ്ഥയെ നമുക്ക് ഡിക്റ്റിയോട്ടീൻ സ്റ്റേജ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി കൂടെ ഹയർ പരീക്ഷകളിലൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്, എന്നാലും നമ്മളും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഡിക്റ്റിയോട്ടീൻ സ്റ്റേജ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. അത് പ്രൈമറി യൂസൈറ്റ് പ്രോഫേസ് 1 എന്താണ് അറസ്റ്റഡ് ആയിട്ടാണല്ലോ ഒരു പെൺകുട്ടി ജനിക്കുന്നത്. അപ്പൊ അത് ഏത് സ്റ്റേജ് ആണ് അറസ്റ്റഡ് സ്റ്റേജ്? അതിനെ ഡിക്റ്റിയോട്ടീൻ സ്റ്റേജ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഡിക്റ്റിയോട്ടീൻ സ്റ്റേജ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഡിക്റ്റിയോട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ 2 സ്റ്റോപ്പ് സംഭവിച്ചു അല്ലെ? 1 ജനിച്ച സമയത്ത് ഒരിടത്ത് ഹോൾട്ട് ചെയ്തു, 2 പ്യൂബർട്ടിക്ക് ശേഷം ഒരു ഫെർട്ടിലൈസേഷന് വേണ്ടി ഹോൾട്ടായി നിൽക്കുക. ഇങ്ങനെ ഒരു ഹോൾട്ടിംഗ് പ്രോസസ് എവിടെ ഇല്ല? നമ്മുടെ സ്പെർമാറ്റോജനസിസിൽ ഇല്ല അല്ലെ? അപ്പൊ സ്ത്രീകൾ എന്തുമാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ എഗ് എന്ന് പറയുന്നത് എന്തുമാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിൽ കാത്തിരിക്കുകയാണ് സ്പേമിന് വേണ്ടിയിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? ഇപ്പോ ഒരു സ്ത്രീ ഒരിക്കലും ഈ പറയുന്ന ഫെർട്ടിലൈസേഷന് വിധേയമാകുന്നില്ല എന്ന് വിചാരിക്കുക. അവരുടെ മരണം വരെ ആ പറയുന്ന സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയുന്നത് മെറ്റാഫേസ് 2 ഇരിക്കുന്നത്. കാരണം സ്പേം വന്നാലല്ലേ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അവര് മരണം വരെ എന്താണ് മെറ്റാഫേസ് 2 ഇരിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ ചില പെൺകുട്ടികൾക്ക് പ്യൂബർട്ടി ഉണ്ടാകാത്ത കേസുകളുണ്ട് ഇല്ലേ? ആ പെൺകുട്ടിക്ക് പ്യൂബർട്ടി ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രോഫേസ് 1 പ്രൈമറി യൂസൈറ്റ് ജീവിതകാലം മുഴുവൻ അറസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ഊജനസിസിന്റെ ആ
എന്താണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഫ്രണ്ട്സ്? ഊജനസിസ് ക്ലിയർ ആണോ? ഓക്കെ, ഊജനസിസ് ഊഗോണിയിൽ നിന്ന് തുടങ്ങി ഓവത്തിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഹോൾട്ട് പോസുകൾ എന്താണ് എന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ, പിടികിട്ടി. ഇനി ഞാൻ ഈ പറഞ്ഞതിനെ തന്നെ ഇവിടെ ഒരു സ്ലൈഡാക്കി കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് വായിക്കുന്നു എന്നേ ഉള്ളൂ. ആദ്യ മയോട്ടിക് ഡിവിഷൻ, മയോട്ടിക് ആണ് അത് മിയോസിസ്. ആദ്യ മയോട്ടിക് ഡിവിഷനിൽ ഫീറ്റസിൽ നിന്ന് ആരംഭിച്ച് പ്രോഫേസ് 1-ൽ നിർത്തുന്നു. പ്രാഥമിക അണ്ഡകോശം പ്രായപൂർത്തിയാകുന്നത് വരെ പ്രോഫേസ് 1-ൽ നിർത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. പ്രായപൂർത്തിയാകുമ്പോൾ ഓരോ ആർത്തവ ചക്രത്തിലും കുറച്ച് പ്രാഥമിക അണ്ഡകോശങ്ങൾ മയോസിസ് പുനരാരംഭിക്കുന്നു. പ്രാഥമിക അണ്ഡകോശം മയോസിസ് 1 പൂർത്തിയാക്കി ഇനി പറയുന്നവ രൂപപ്പെടുന്നു. ദ്വിതീയ അണ്ഡകോശം ഉണ്ടാകുന്നു, ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ ഞാൻ ഇവിടെ ഒന്നും കൂടെ ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഓരോ പ്രാഥമിക അണ്ഡാശയത്തിൽ നിന്നും ഒരു ദ്വിതീയ അണ്ഡകോശം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. കുട്ടികളെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത് 2 സെക്കൻഡറി ഊസൈറ്റിനെ നിർമ്മിക്കുന്നില്ല, ഒരു സെക്കൻഡറി ഊസൈറ്റിനെ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ, പ്ലസ് ഒരു പോളാർ ബോഡി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ദ്വിതീയ അണ്ഡകോശം മാത്രമേ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. സോ ബേസിക്കലി ഓവം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എണ്ണത്തിൽ കുറവും സ്പേം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എണ്ണത്തിൽ കൂടുതലുമാണ്. ഇവരുടെ ആ ജനറേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പാറ്റേൺ നോക്കിയാലും ഈ കുറവ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. ഓക്കെ, രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ, ദ്വിതീയ അണ്ഡകോശം മയോസിസ് 2 ആരംഭിക്കുകയും മെറ്റാഫേസ് 2-ൽ നിർത്തുകയും ചെയ്യുന്നു. ബീജസങ്കലനം നടന്നാൽ മാത്രമേ മയോസിസ് 2 പൂർത്തിയാകൂ. ബീജസങ്കലനം നടന്നാലോ ദ്വിതീയ അണ്ഡാശയം അണ്ഡവും രണ്ടാമത്തെ സെക്കൻഡ് പോളാർ ബോഡിയെയും നിർമ്മിക്കുന്നു. നോക്കൂ, ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു മേഖലയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ 2 ഹോൾട്ട് എവിടെ വന്നു, എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ഊജനസിസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. കുട്ടികളെ, വ്യക്തമല്ലേ? വ്യക്തമല്ലേ? അപ്പോൾ നമ്മുടെ എന്തൊക്കെ മേഖലകൾ നമ്മൾ പഠിച്ചു? നമ്മുടെ സ്പെർമാറ്റോജനസിസ് എന്താണ് നമ്മൾ പഠിച്ചു, നമ്മുടെ ഊജനസിസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ ഇത്രയും സെഗ്മെന്റ് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എവിടെ തുടങ്ങിയതാ? നമ്മുടെ ഈ ഡെവലപ്മെന്റൽ തിയറീസുമായി ബന്ധപ്പെട്ട സെഗ്മെന്റ് ആണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മളിതേ സ്പെർമാറ്റോജനസിസ്, ഊജനസിസ് എന്ന് പറയുന്ന 2 പ്രസക്തമായ മേഖലയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതുവരെ ഓക്കെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ കൂടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ, വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ആ സെഷനിലേക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.